الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فاذهب فإن لك في الحياة أن تقول لا مساس وإن لك موعدا لن تخلفه وانظر إلى إلهك الذي ظلت عليه عاكفا لنحركنه ثم لننسفنه في اليم نسفا صدق الله العلي العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, റബ്ബ് സുബ്ഹാനഹു വ തആല കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവന്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എന്റെ സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. ഇസ്ലാം എന്നത് ആദർശ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമമാണ്. അതിനൊരു ആദർശമുണ്ട്. ആ ആദർശത്തിൽ നിന്ന് ഉരുവപ്പെട്ടു വരുന്ന ഒരു ജീവിതക്രമവുമുണ്ട്. ഇസ്ലാമിന്റെ ഈ ആദർശത്തെ കളങ്കപ്പെടുത്തുന്ന ശ്രമങ്ങൾ, അതുപോലെ തന്നെ ഇസ്ലാമിക ആദർശാധിഷ്ഠിതമായ ജീവിതക്രമത്തിന് തുരങ്കം വെക്കുന്ന ശ്രമങ്ങൾ മുസ്ലിം സമുദായത്തിനകത്തുനിന്നുണ്ടായാൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ചരിത്രമാണ് ഇസ്ലാമിനുള്ളത്. ഒന്നുകൂടി തിരിച്ചു പറഞ്ഞാൽ, ഇസ്ലാമിന് എതിർപക്ഷമുണ്ടാകും മുസ്ലിം സമുദായത്തിന് പുറത്ത്. മഹാരഥന്മാരായ പ്രവാചകന്മാർ അലൈഹിമുസ്സലാം അവര് മണ്ണിൽ പ്രവർത്തിച്ച കാലഘട്ടങ്ങളിലൊക്കെ അവർക്കെതിരെ എതിരാളികൾ നടത്തിയ ശ്രമങ്ങളെ കുറിച്ച് കൃത്യമായി ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അത് ഇസ്ലാമിന്റെ എതിർപക്ഷമാണ്. ഇസ്ലാമിക വിരുദ്ധമായ ആദർശക്രമത്തിന്റെ ആളുകളാണ്. അതിനെ നേരിടുന്ന രീതിശാസ്ത്രം എങ്ങനെയായിരിക്കണമെന്ന് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ കാലയളവുകൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇസ്ലാമിനകത്തു നിന്ന് മുസ്ലിം പേരുള്ള ആൾക്കൂട്ടങ്ങൾ അവർ ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമായ സമീപനങ്ങൾ കൊണ്ടുവരിക, സ്വീകരിക്കുക, ഇസ്ലാമിക ആദർശ ജീവിതക്രമത്തെ തുരങ്കം വെക്കുന്ന പ്രവർത്തനങ്ങൾ അതിനകത്തുനിന്നുകൊണ്ട് നടത്തുക, അങ്ങനെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നിസ്സഹായരാക്കുന്ന, ദുർബലമാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്താൽ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇസ്ലാമിക രീതിശാസ്ത്രം. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. മുസ്ലിം സമുദായത്തിനകത്തു നിന്ന് ഇസ്ലാമിക ആദർശത്തെ കളങ്കപ്പെടുത്തുന്ന ശ്രമങ്ങൾ നടത്തുന്നവർ, ഇസ്ലാമിക ആദർശത്തിൽ അധിഷ്ഠിതമായ ജീവിതക്രമത്തെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നവർ, അവർ ഇസ്ലാമിന്റെ ആളുകളായിട്ട് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നതും ഏറെ ശ്രദ്ധേയമായ ഒന്നാണ്. നിസ്കരിക്കാത്തവരോ നോമ്പെടുക്കാത്തവരോ പള്ളിയുമായി ബന്ധമില്ലാത്തവരോ നിരീശ്വരവാദം പ്രഖ്യാപിച്ചവനോ അല്ലെങ്കിൽ ബോധപൂർവം മതം കൈയൊഴിഞ്ഞവനായി നിൽക്കുന്നവനൊന്നും ഇതിൽ ഇടപെടുകയില്ല. എല്ലാവരെയും കളിയാക്കുന്ന പോലെ ഇസ്ലാമിനെയും കളിയാക്കിയിട്ട് ചിലപ്പോൾ അവന്റെ മുൻ വിദ്വേഷ വൈരാഗ്യത്താൽ കുറച്ചധികം ഇസ്ലാമിനെ പ്രതിയാക്കി നിർത്തി ഇടപെടുകയും ചെയ്തേക്കാം.
പക്ഷെ ഇസ്ലാമിന് എതിരെ ഇസ്ലാമിക സമൂഹത്തിനകത്തു നിന്ന് ആദർശവിരുദ്ധമായ പ്രവർത്തനങ്ങളും അതിനെ ആദർശത്തെ കളങ്കപ്പെടുത്തലും അതിന്റെ ജീവിതക്രമത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവരും ആ സമൂഹത്തിന്റെ സുരക്ഷ, ഐക്യം തുടങ്ങിയ അതിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനപരമായ സംഗതികളെ ഇല്ലായ്മ ചെയ്യാനും നിസ്സംഗമാക്കാനും ശ്രമിക്കുന്നവരുമായ ആളുകൾ ഇസ്ലാമിന്റെ പേരിൽ തന്നെയായിരിക്കും നിലകൊള്ളുക. അവർ ഇസ്ലാമിന്റെ ആളുകളായിട്ട് തന്നെയാണ് ഉണ്ടാവുക. പക്ഷെ അവർക്കെതിരെ ശക്തമായ നിലപാട് പ്രവാചകന്മാർ സ്വീകരിക്കും. ഇസ്ലാമിന്റെ ചരിത്രം അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച കാലഘട്ടത്തിൽ ഹുനൈൻ യുദ്ധത്തിനായി റസൂലും സഹാബത്തും പോയിക്കൊണ്ടിരിക്കുന്ന വേള, മക്ക ഫതഹിന് ശേഷമാണ്. ഇസ്ലാം വളർന്ന വികാസം പ്രാപിച്ച ഒരു സാമൂഹിക ക്രമമാണ്. പക്ഷെ ഒരുപാട് പേർ ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് പലരും ഇസ്ലാമിക ആദർശം പഠിച്ചവരൊന്നല്ല. നേരെ ചൊവ്വേ പള്ളിയിൽ ഖുത്ബ കേൾക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത മുസ്ലിമീങ്ങൾ മദീനയിലെ ഹബീബിന്റെ കൂടെ ഇങ്ങനെ വളർന്നു വന്നാൽ മദീനയാകുന്ന പാഠശാലയിൽ, മസ്ജിദ് നബവിയിലെ പാഠശാലയിൽ പഠിച്ചവർക്ക് നല്ല ഇസ്ലാമിക ബോധം ഉണ്ടാവും. പക്ഷെ ഇവർ പുതു മുസ്ലിമീങ്ങളാണ്. കുറെ അധികം അവർ ഇസ്ലാമിനോട് അത്രത്തോളം പരിചയമുള്ളവരല്ല. അങ്ങനെ അവര് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട കൂട്ടത്തിൽ പുറപ്പെട്ടിരിക്കുന്നു. ഹബീബിന്റെ കൂടെയുണ്ട്. പോകുന്ന വഴിയിൽ അവിടെ സഹോദര സമുദായങ്ങളായ മറ്റൊരു മതവിശ്വാസികളായ ആളുകൾ ഒരു മരത്തിന്റെ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ മരത്തിന് അവർ ദാത്തു അൻവാത്ത് എന്നാണ് പേര് പറയാം. ചില മരങ്ങളെ പ്രത്യേകവൽക്കരിക്കുന്ന സ്വഭാവം നമുക്ക് നാട്ടിലൊക്കെ കാണുന്നത് പോലെ തന്നെ. അപ്പൊ ഈ സാധുക്കളായ കൂട്ടത്തിൽ പുതു മുസ്ലിമീങ്ങളായി വന്ന ആളുകൾ തിരുനബിയോട് പറഞ്ഞു, റസൂലേ, അവർക്ക് ദാത്തു അൻവാത്ത് ഉള്ള പോലെ അവർക്ക് ഇങ്ങനെ പൂജിക്കാനും ചെന്നിരിക്കാനും മരമുള്ളത് പോലെ ഞങ്ങൾക്കും ഒരു മരം വേണം എന്നവർ തിരുനബിയോട് പറഞ്ഞു. അവിടെ വെച്ച് റസൂൽ പ്രസംഗം നടത്തി. അഥവാ മുളയിലേ നുള്ളുകയാണ്. ഇസ്ലാമിക ആദർശത്തിന് പരിചയമില്ലാത്ത രീതിയെ, ഇസ്ലാമിക ആദർശക്രമത്തിന് വിരുദ്ധമായ ശൈലിയെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ അവിടെ വെച്ച് കൈകാര്യം ചെയ്യുന്ന തിരുത്തുന്ന രീതിയാണ് പ്രവാചകന്റെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, അഥവാ അല്ലാഹയാണ് സത്യം. നിങ്ങൾ ഈ പറഞ്ഞ വർത്തമാനം, ഇന്നമാ ഖുൽതും, നിങ്ങൾ ഈ പറഞ്ഞ വർത്തമാനം, അത് കമാ ഖാലത്ത് ബനൂ ഇസ്രായീലി മൂസ, ബനൂ ഇസ്രായേൽ സമുദായം മൂസയോട് പറഞ്ഞ അതേ വർത്തമാനമാണ്. വല്ലാത്ത വർത്തമാനം നിങ്ങൾ പറഞ്ഞു കളഞ്ഞത്. ബനൂ ഇസ്രായേൽ സമുദായം മൂസയോട് ഇജല്ലനാ ഇലാഹൻ, ആ ആയത്ത് ഓതി കൊടുത്ത റസൂൽ അഗ്റാഫ് 138, ഇജല്ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്കൊക്കെ ദൈവമുള്ളത് പോലെ ഞങ്ങൾക്കൊരു ദൈവം വേണം, ഒരു പ്രതിഷ്ഠ വേണമെന്ന് മൂസ നബിയോട് ബനൂ ഇസ്രായേൽ സമുദായം പറഞ്ഞില്ലേ? അതേ വർത്തമാനം നിങ്ങളിപ്പോ പറയുന്നത്. നിങ്ങൾക്കൊരു മരം വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അത് അവരുടെ രീതിയാണ്. ഇസ്ലാമിൽ അങ്ങനെ മരത്തെ പ്രത്യേകവൽക്കരിക്കുക, മരത്തെ കുറെ കടവുള്ള തുണിയൊക്കെ കെട്ടിയിട്ട് പൂജിക്കുക, അതിനെ കുറെ ചായം തേക്കുക, അതിന്റെ അടുത്ത് പോയി ഇരിക്കുക, ഈ വക പരിപാടി ഇസ്ലാമിലെ അന്യമത സംസ്കാരമാണ്. അപ്പൊ ആ അന്യമത സംസ്കാരത്തിൽ ഉള്ളതുപോലെ ഒരു രീതി ഞങ്ങൾക്കും വേണമെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഈ വർത്തമാനം വല്ലാത്ത അക്രമമാണ്. എന്നിട്ട് റസൂൽ നൽകിയ ഉദ്ബോധനം, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾ ചെയ്ത അതേ തെറ്റുകൾ, അവർ പോയ അതേ വഴി നിങ്ങളും പോകും. തിരുമതി ഉദ്ധരിച്ച ഹദീസാണ്. സഹോദരങ്ങളെ, അവിടെ വെച്ച് യുദ്ധത്തിന് പോകുന്ന വേളയിൽ യുദ്ധവുമായി ബന്ധപ്പെട്ടതല്ലാത്ത പാഠം പഠിപ്പിക്കുക, ആ തെറ്റിനെ അവിടെ വെച്ച് തിരുത്തുക. അതിന്റെ ഗൗരവം ആ ബന്ധുക്കൾക്ക് ബോധ്യായി, അതോടെ പിൻവാങ്ങി. അവിടെ അറിവില്ലായ്മയാണ് ഈ ചോദ്യം. അവർ പുതു മുസ്ലിമീങ്ങളാണ്. പക്ഷെ ഇസ്ലാമിന്റെ ആദർശത്തെ കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനം ഇസ്ലാമിക സമുദായത്തിനകത്തുള്ള ആരെങ്കിലും ചെയ്താൽ അതിന് നിസ്സാരമായിട്ടല്ല ഇസ്ലാം കാണുക, അവിടെ വെച്ച് തിരുത്തും. റസൂലുള്ളാഹി തിരുത്തി, അവർ അത് കൈവിട്ടു. അതുകൊണ്ട് ഇസ്ലാമിന് ദാത്തു അൻവാത്ത് ഉണ്ടായില്ല. മറ്റു മതങ്ങൾക്ക് പല മരങ്ങളുള്ള പോലെ നമുക്ക് അങ്ങനെ ഒരു മരമില്ല, ഒരു മരത്തിനെ പ്രത്യേകവൽക്കരിക്കില്ല. അപ്പൊ ഇസ്ലാമിക ആദർശത്തെ കളങ്കപ്പെടുന്ന ശ്രമങ്ങൾ മുസ്ലിം സമുദായത്തിനകത്ത് അറിവില്ലായ്മ കൊണ്ടോ അന്യമത സംസ്കാരത്തിൽ നല്ലതായി കാണുന്ന ഒന്ന് എന്ന രീതിയിലോ കൊണ്ടുവന്നാൽ അതിനെ ഇസ്ലാം പൂർപ്പിക്കില്ല. ഇനി നിങ്ങൾ നോക്കൂ, റസൂലിന്റെ കാലഘട്ടം മദീന, അവിടെ ഒരു മസ്ജിദ് ദിറാർ ഉണ്ടായി. പള്ളിയുടെ പേര് തന്നെ മസ്ജിദ് ദിറാർ, ഉപദ്രവകരമായ പള്ളി. പള്ളിക്ക് കൊടുത്ത പേര് ചരിത്രം മസ്ജിദ് ദിറാർ എന്ന. ആരാ പള്ളി ഉണ്ടാക്കിയത്? നിസ്കരിക്കാത്തവരായിരുന്നുവോ? മുസ്ലിം സമുദായത്തിന് അകത്തില്ലാത്തവരായിരുന്നുവോ? അവർ പള്ളി ഉണ്ടാക്കിയത് പ്രതിഷ്ഠ കൊണ്ടുവരാനോ ജാറ കൊണ്ടുവരാനോ ആയിരുന്നുവോ? ഒന്നുമല്ല. മദീനത്ത് 2 പള്ളിയേ ഉള്ളൂ. ഒന്ന് ഹബീബായ റസൂൽ മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യം സ്ഥാപിച്ച മസ്ജിദ് ഖുബ, ഇസ്ലാമിലെ ആദ്യത്തെ പള്ളി. മദീനയിൽ പോകുന്നവർ ഈ പള്ളി സന്ദർശിക്കാൻ പോകാറുണ്ട്. 2 റക്അത്ത് അവിടെ നമസ്കരിക്കൽ ഉംറ ചെയ്ത പുണ്യം കിട്ടുന്ന പുണ്യമുള്ള പള്ളിയാണ് മസ്ജിദ് ഖുബ.
അതിനുശേഷം അവിടുന്ന് വെള്ളിയാഴ്ച രാവിലെ പുറപ്പെട്ട് വെള്ളിയാഴ്ച ഉച്ചയോടെ മദീന പള്ളി നടത്തി അവിടെ പള്ളി സ്ഥാപിച്ച് അവിടെ ജുമ ആരംഭിച്ചു. അതാണ് മസ്ജിദ് നബവി. അപ്പൊ മദീന 2 പള്ളി മാത്രമുള്ള കാലം. സഹോദരങ്ങളെ, നിങ്ങൾ ചരിത്രം പഠിക്കണം. സമുദായത്തിനകത്ത് നടക്കുന്ന ഇസ്ലാം വിരുദ്ധതയുടെ തീവ്രതയും അതിന്റെ കുറ്റകരമായ അവസ്ഥയും അത് മുഖേന നേടുന്ന പാപവും എത്രയെന്ന് മനസ്സിലാക്കാൻ മസ്ജിദുകളെ കുറിച്ച് പഠിക്കണം മുസ്ലിമീങ്ങൾ. മദീന 2 പള്ളികളെ ഉള്ളൂ. ഒന്ന് മസ്ജിദ് ഖുബ, മറ്റൊന്ന് മസ്ജിദ് നബവി. 2 പള്ളികൾ മാത്രമുള്ള മുസ്ലിമീങ്ങൾ അവിടെ താമസിക്കുന്നത് ആ പള്ളികളിലേക്ക് വരികയാണ് ചെയ്യുക. അവിടെയാണ് ജുമുഅയും ജമാഅത്തും ഉള്ളത്. 2 പള്ളി മാത്രമുള്ള കാലത്ത് ഇസ്ലാം വളർന്നു നിൽക്കുന്ന മദീനയിൽ മുസ്ലിം സമുദായത്തിനകത്തുള്ള കുറച്ച് ആളുകൾക്ക് ഒരു പുതിയ പള്ളി ഉണ്ടാക്കി. ഒരു പള്ളി, ആ പള്ളിയിൽ പ്രതിഷ്ഠയില്ല കേട്ടോ, നിസ്കരിക്കാൻ തന്നെ ഉണ്ടാക്കിയ പള്ളിയാണ്. അവിടെ ജാറുണ്ടാക്കി പൈസ ഉണ്ടാക്കാനോ അവിടെ നിസ്കാരം 5 3 ആക്കാനോ ഒന്നും തുടങ്ങിയ പള്ളിയല്ല. 5 വക്ത് തന്നെ. വക്തിന്റെ സമയം മദീന പള്ളിയിലെ ബാങ്കിന്റെ സമയം തന്നെ. അതിൽ വേറെ പ്രതിഷ്ഠകളോ ജാറങ്ങളോ ഒന്നുമില്ല. ഒരു സാധാരണ ഒരു പള്ളി ഉണ്ടാക്കിയ ന്യായം പറഞ്ഞു. ഇവിടെ നിന്ന് പലർക്കും അങ്ങോട്ട് എത്താൻ പ്രയാസം. മദീന പള്ളിയിലേക്ക് തണുപ്പ് കാലത്ത് യാത്ര വലിയ പ്രയാസം. 1, പ്രായം ചെന്നവർക്ക് പ്രയാസം. 3, തൊഴിലാളികൾക്ക് പ്രയാസം. അപ്പൊ അതുകൊണ്ട് അവർക്ക് നിസ്കരിക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കുകയാണ് ഞങ്ങൾ എന്നവർ തിരുനബിയോട് പറഞ്ഞു. എന്നിട്ട് ഈ പള്ളി ഉദ്ഘാടനത്തിന് റസൂലിനെ വിളിച്ചു. പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഹബീബിനെ വിളിച്ചു. അത് തബൂക്ക് യുദ്ധത്തിന്റെ സമയം. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്ലാമിക മൊത്തം വ്യാപൃതരാണ്. നായകനായ റസൂലുള്ളാഹ് ഈ വിഷയത്തിൽ അങ്ങേയറ്റം വ്യാപൃതനായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ചിന്തിക്കാനേ സമയമല്ല, അതിന് പറ്റിയ സമയമല്ല. റസൂലുള്ളാഹി പറഞ്ഞു, യുദ്ധം കഴിഞ്ഞു വരട്ടെ, തബൂക്കിലെ യാത്ര കഴിഞ്ഞു വന്നിട്ട് ആലോചിക്കാം. അങ്ങനെ ഹബീബായ റസൂലും സഹാബത്തും തബൂക്കിലേക്ക് പോയി. തബൂക്ക് കഴിഞ്ഞ് മടങ്ങുന്ന വഴിക്ക് അല്ലാഹു റസൂല് വഹീ കൊടുത്തു. ആ വഹീ സൂറത്ത് തൗബ 107-ാമത് വചനം. സഹോദരന്മാരെ, സൂക്തം നിങ്ങൾ പഠിക്കണം. അല്ലാഹു പറഞ്ഞു, വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറ. ഇപ്പോൾ മദീനയിൽ ഒരു പുതിയ പള്ളി ഉണ്ടാക്കിയ കൂട്ടർ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളെ സൂചിപ്പിക്കുകയാണ് കേട്ടോ. ഇത് മുശ്രിക്കീങ്ങളല്ല, ഇത് ഇസ്ലാം വിരുദ്ധരല്ല, ഫാഷിസ്റ്റുകളല്ല, മറ്റേതോ യഹൂദ സയനിസ്റ്റുകളോ തീവ്ര വലതുപക്ഷ ഇവാഞ്ചലിസ്റ്റുകളോ അല്ല. 5 നേരം നിസ്കരിക്കാൻ പള്ളിയിലുള്ള കൂട്ടരാ. മുനാഫിക്കുകളെ കുറിച്ച് ചരിത്രം പറയുന്നവർ സുബൈക്ക് വരെ പള്ളിയിലുണ്ടാവും. സുബൈക്ക് വരെ മുമ്പിലെ സ്റ്റെപ്പിൽ സ്ഥാനം പിടിക്കാൻ ശ്രമിക്കും. ഞങ്ങൾ നിങ്ങളെ കൂടെ തെളിയിക്കാൻ വേണ്ടിയിട്ടാ. അങ്ങനെ 5 നേരം നിസ്കരിക്കുന്ന നിസ്കാരത്തറമ്പുകാർ, അവരെ കുറിച്ച് ഖുർആൻ വല്ലദീന തഖദൂ മസ്ജിദൻ ദിറാറ, മസ്ജിദ് ഉപദ്രവകരമായ പള്ളി ഉണ്ടാക്കിയ ആളുകൾ, വഖുഫ്ര ദിറാറൻ, അവരാ പള്ളിയുണ്ടാക്കിയ ദിറാർ ഉപദ്രവിക്കാൻ വേണ്ടിയാണ്. വഖുഫ്ര നിഷേധമാണ്, അവിടെ നിഷേധമാണ്. അതിന് കാരണം കാഫിറാന്ന് പറഞ്ഞ കേട്ടോ, മുസ്ലിങ്ങളെ കുറിച്ചാ കാഫിർ എന്ന് പറഞ്ഞിരിക്കുന്നത്. വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, ഈ പള്ളി കൊണ്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലാണ് ഉദ്ദേശം. തഫ്രീഖൻ ബൈനൽ മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കലാണ് ഉദ്ദേശം. വഇർസാലൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ, മുമ്പ് അല്ലാഹുവിനും അല്ലാഹുവിന്റെ റസൂലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച കൂട്ടർക്ക് ഒളി സങ്കേതമാക്കാനായി പള്ളി. വഇർസാദൻ, ഇർസാദാണ് ഒളി കേന്ദ്രമാണ്, ഒളി സങ്കേതമായിട്ടും. ലിമൻ ഹാറബല്ലാഹ, അല്ലാഹുവിനോട് യുദ്ധം ചെയ്ത ആളുകൾ, വറസൂലഹു, അല്ലാഹുവിന്റെ റസൂലിനോട് യുദ്ധം ചെയ്തവർ, മിൻ ഖബൽ, മുമ്പ് അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോട് യുദ്ധം പ്രഖ്യാപിച്ച ആളുകൾക്ക് ഒളി സങ്കേതമായും പള്ളി ഉണ്ടാക്കിയ ആളുകൾ. വലയഖ്ലഫുന്ന, എന്നാൽ അവർ സമ്മതിക്കൂല. വലയഖ്ലഫുന്ന, അവർ ഇങ്ങനെ സത്യം ചെയ്ത് പറയും, ഇൻ അറദിനാ ഇല്ലൽ ഹുസ്ന, ഞങ്ങൾ മുസ്ലിമീങ്ങളെ നന്മയാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഇതൊക്കെ നന്മ ഉദ്ദേശിച്ച, ഞങ്ങൾ നല്ലത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഇൻ അറദിനാ ഇല്ലൽ ഹുസ്ന, ഞങ്ങൾ നല്ലത് മാത്രമാണ് സത്യം, അള്ളയാണ് സത്യം എന്നിങ്ങനെ സത്യം പറയുകയും ചെയ്യും. വല്ലാഹു യഷ്ഹദു, അല്ലാഹു സാക്ഷിയാണ്, ഇന്നഹും ലകാദിബൂൻ, അവർ കള്ളന്മാരും വ്യാജന്മാരുമാണ്. അല്ലാഹു സാക്ഷിയാണ്, പ്രവാചകരെ അവർ വ്യാജന്മാരാ, അവർ കള്ളന്മാരാ, അവരെ നിങ്ങൾ കരുതണം എന്ന് ഹബീബിന് വഹി ഉണ്ടായി. സഹോദരങ്ങളെ, വഹി കിട്ടിയപ്പോൾ റസൂൽ സയ്യിദ് കൂട്ടരെ പറഞ്ഞയച്ചു ആ പള്ളി പൊളിക്കാൻ. ഇസ്ലാമിന്റെ പേരിൽ മുസ്ലിമെ ഉണ്ടാക്കിയ ഒരു പള്ളി മദീനയിൽ സൈന്യത്തെ അയച്ച് പൊളിച്ചിട്ടുണ്ട്. അതുണ്ടാക്കിയത് മുസ്ലിങ്ങളാ, നിസ്കരിക്കുന്നവരാ, നോമ്പെടുക്കുന്നവരാ, പള്ളിയിൽ മുമ്പിൽ സഫിലുള്ളവരാ. എന്താ കാരണം? അവരുടെ നിഷ്കളങ്കത കാപ്പട്യമാണ്. അതുകൊണ്ട് കാദിബൂൻ, കള്ളന്മാരാണെന്ന് വിളിച്ചവർ. ആ പള്ളിയുടെ ലക്ഷ്യത്തെ കുറിച്ചാണ് ദിറാറൻ, മുസ്ലിങ്ങളെ ഉപദ്രവിക്കാനാ. നിസ്കരിക്കുന്നവർ മുസ്ലിങ്ങളെ ഉപദ്രവിക്കും.
മുസ്ലിം സമുദായത്തിന്റെ ഭാഗമായി മുസ്ലിം ഉപദ്രവിക്കും. ഇതൊക്കെ ചരിത്രം. ഇതൊന്നും സംഭവിക്കുന്ന കാര്യമില്ല. നിസ്കാരത്തളമ്പിന്റെ തിളക്കം കൊണ്ടല്ല സിറാത്ത് പാലത്തിലെ കടത്തം എന്ന് പഠിക്കണം നമ്മൾ. നിസ്കരിക്കുന്നു എന്നതുകൊണ്ട് ഇസ്ലാം വിരുദ്ധനാവാതിരിക്കില്ല, അത് പഠിക്കണം. ഇത് ചരിത്രത്തിനായത്തോടെ കൃത്യമായിട്ട് ഒരു പള്ളി പൊളിച്ച കാര്യം ഖുർആൻ പറയാം. ആരാ ഉണ്ടാക്കിയത്? മുസ്ലിമീങ്ങൾ. ആരാ പൊളിക്കാൻ കൽപ്പന കൊടുത്ത? ഹബീബായ റസൂൽ. ആര് കൂടിയാ പൊളി? നല്ല 1-ാം നമ്പർ സഹാബത്ത്. ഇത് ചരിത്രമാണ്. പള്ളി പൊളിച്ചതിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് കൂടി പഠിക്കണം. അപ്പോ റസൂലുള്ള പറയാണ്, അല്ല പറയാ, അവർ നിറാർ ഉപദ്രവകരമായ പള്ളിയാണ്, കുഫ്റാണ്, അവർ നിഷേധമാണ്. നിസ്കരിക്കുന്നവരെ നിഷേധം, നിസ്കരിക്കുന്നവരെ നിഷേധത്തെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കാം. അവർ കുഫ്റാണ്, നിഷേധമാണ് പള്ളി ഉണ്ടാക്കാൻ കാരണമായത്. എന്താ ഉദ്ദേശം? മുഅ്മിനീങ്ങളെ ചിഹ്ന ഭിന്നമാക്കുക, മുസ്ലിം ഐക്യത തകർക്കുക. ആര്? മുസ്ലിമീങ്ങൾ തന്നെ. അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ, അവരുടെ അധികാരം, രാഷ്ട്രീയം, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ പാർട്ടി, കക്ഷി ഭേദങ്ങൾ, പക്ഷങ്ങൾ, അതിന്റെ നേട്ടങ്ങൾ, അതിനുവേണ്ടി മുസ്ലിങ്ങളെ ഭിന്നിപ്പിക്കാൻ. ഇത് മാത്രല്ല, ഇത്ര ലളിതമാണെങ്കിൽ വിട്ടേക്ക്. അല്ലാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചവർക്ക് ഒളി സങ്കേതമാണ് അവിടെ നടക്കുന്ന പ്രവർത്തനമല്ല. ആ പള്ളി അതുണ്ടാക്കിയതാ. അതാണ് എന്റെ ഉദ്ദേശം. അതുകൊണ്ട് പ്രവാചകരെ ആ കാര്യത്തിൽ അവർ സത്യം എന്ന് പറയും. ഇനി അറിഞ്ഞാൽ ഹുസ്നങ്ങൾ നല്ലത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞങ്ങൾ ഈ ഇടപെടൽ അവർ നന്മ ഉദ്ദേശിക്കാം. മുസ്ലിം സമുദായത്തിന്റെ രക്ഷ, അവിടെ സുരക്ഷ, അത് ഞങ്ങളുടെ കയ്യിൽ ഭദ്രമാണ്. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യുന്നതാ എന്നൊക്കെ അവർ നല്ല ഉദ്ദേശം വെച്ച് പറയും. വല്ലാഹു യശ്ഹദു ഇന്നഹും ലകാദിബൂൻ. അല്ലാഹു സാക്ഷിയാണ്, അവർ കള്ളന്മാരാണ്, വ്യാജന്മാരാണ്. തൗബ 107. ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സൂക്തത്തിന്റെ വിശദീകരണം പഠിക്കുക. അടുത്ത ആയത്തിന്റെ ആദ്യ ഭാഗം, ലാ തഖും ഫീഹി അബദ. പ്രവാചകരെ ഒരിക്കലും ആ പള്ളിയിൽ നിസ്കരിക്കരുത്. ഹബീബിന്റെ ഉദ്ഘാടനത്തിന് വിളിച്ചിരിക്കുകയാണ്. തബൂക്ക് കഴിഞ്ഞ് വന്നിട്ട് ഉദ്ഘാടനത്തിന് വരാമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ അല്ലാഹു ലാ തഖും ഫീഹി അബദ, ആ പള്ളിയിൽ പ്രവാചകരെ ഒരിക്കലും നിസ്കരിക്കരുത്. റസൂൽ നിസ്കാരം വിലക്കി, ആ പള്ളി പൊളിക്കാൻ കൽപ്പിച്ചു, പള്ളി പൊളിച്ചു. ആരായിരുന്നു? മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ. അവരാരാ? നിസ്കരിക്കുന്നവർ തന്നെ. സഹോദരങ്ങളെ, ഇത്രയും ചരിത്രമുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ, ഇസ്ലാമിന്റെ എതിർപക്ഷത്തുള്ള ഇസ്ലാം വിരോധികൾ, അവർ ഇസ്ലാം അറിഞ്ഞിട്ടും ഇസ്ലാമിനെയും ഇസ്ലാമിക സമൂഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ അവരുടെ കാഫിർ എന്ന് പരിചയപ്പെടുത്തും. ആ കാഫിറുകൾക്ക് നരകം അല്ലാഹു വിധിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയാമോ ഒരു യാഥാർത്ഥ്യം? മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് മുസ്ലിം സമുദായത്തിന്റെ സാമൂഹിക ജീവിതക്രമത്തെ തുരങ്കം വെക്കുന്ന, ഇവിടെ മദീനയിൽ മസ്ജിദുകാർ വന്നാലുള്ള കുഴപ്പമെന്താ? മദീനയിലെ മുസ്ലിങ്ങൾ സുരക്ഷയാണ് അപകടത്തിലാവുക, മദീനയിലെ മുസ്ലിങ്ങൾ ഐക്യമാണ് അപകടത്തിലാവുക. അവരെ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ആ പള്ളി കേന്ദ്രീകരിച്ച് ഇസ്ലാമിനെ മുന്നേറ്റം നടത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് റോമിലെ ക്രൈസ്തവ സമൂഹം ഇവരെ വിലക്കെടുത്തിരുന്നു. മദീനയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഈ മുനാഫിക്കുകളുമായി ആ ഇവാഞ്ചലിസ്റ്റുകളുടെ പ്രാഗ്രൂപം അവർ ടൈപ്പായിരുന്നു. അങ്ങനെ അവർക്ക് വന്ന് പാത്തും പതുങ്ങിയിരിക്കാൻ കേന്ദ്രമായി മാറാനായി ഇത് സംവിധാനിച്ചത്. ഇത് അള്ളാഹ്ക്ക് മനസ്സിലായി. അള്ളാഹ് ഹബീബിന് മനസ്സിലായില്ല. ഹബീബ് നിഷ്കളങ്കമായി വന്നിട്ട് ഉദ്ഘാടനം ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹ് ഈ വിഷയത്തിൽ ജാഗ്രതയോടെ ഇടപെട്ട് ഹബീബിന് നിർദ്ദേശം കൊടുത്തു. അപ്പൊ മുസ്ലിം സമുദായത്തിന്റെ ഐക്യം തകർക്കുക, അവരെ ഭിന്നിപ്പിക്കുക, അവർക്ക് പ്രശ്നം സൃഷ്ടിക്കുക. എന്നാൽ പുറത്ത് അവരുടെ രക്ഷയും സുരക്ഷയും, അവർക്ക് നിസ്കരിക്കാൻ ഒരു പള്ളി, ദൂരം ആൾക്കാർക്ക് വരാൻ പ്രയാസല്ലേ, തണുപ്പ് കാലത്ത് വരെ പ്രയാസല്ലേ, മദീന തണുപ്പ് സവിശേഷമാണ്. പിന്നെ പ്രായം ആളുകൾക്ക് പ്രയാസല്ലേ, തൊഴിലെടുക്കുന്നവർക്ക് കൃഷി ഓടിയിട്ട് അങ്ങോട്ട് എത്തേണ്ട ജമാഅത്തിന്. ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി അവിടെ നിലപ്പിടങ്ങൾ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് അവർ വർത്തമാനം പറഞ്ഞു. പക്ഷേ അവരെ പൊളിച്ച് മുമ്പിൽ വെച്ചു ഇസ്ലാം. എന്നിട്ടോ മുനാഫിക്കുകളായ ഈ ആളുകൾക്ക് അല്ലാഹു വിളിച്ച നരകത്തിന്റെ അടിയിലെത്താൻ. ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇസ്ലാമിന്റെ എതിർപക്ഷത്തെ നരകത്തിലാണ് അവരെന്ന് പറഞ്ഞു ഇസ്ലാം, അല്ലാഹ്. എന്നാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് നിസ്കരിക്കുന്ന ഇസ്ലാമിന്റെ ആളുകളായി രംഗത്ത് നിൽക്കുന്ന, എന്നിട്ട് ഇസ്ലാമിനെ തകർക്കാൻ ഇങ്ങനെ തങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു വിളിച്ച നരകത്തിന്റെ അടിയിലെത്താൻ. മുനാഫികൾ നരകത്തിന്റെ അടിയിലെത്തത്തില്ല ഖുർആൻ പറയാം. അപ്പൊ എന്തുകൊണ്ട് ഇത്ര കടുത്ത ശിക്ഷ അല്ലാഹ് മുസ്ലിമീങ്ങളായ ഈ കൂട്ടർക്ക് വിധിച്ചു എന്നത് പഠിക്കേണ്ടുന്ന പാഠമാണ്. പറഞ്ഞ ചുരുക്കം, ഇസ്ലാമിന്റെ ആദർശത്തെ പൊളിക്കാൻ ഇസ്ലാമിക സമൂഹത്തിൽ ശ്രമമുണ്ടായാൽ റസൂലുള്ളാഹി ഇടപെട്ടു. ഇസ്ലാമിക ജീവിതക്രമത്തെ, സമുദായത്തെ, സുരക്ഷയെ, ഐക്യത്തെ, അവർ നിലനിൽക്കുന്ന ഒരു ഭൂമികളുടെ നിലനിൽപ്പിനെ ബാധിക്കും വിധമുള്ള ഇടപെടൽ മുസ്ലിമീങ്ങൾ ഉണ്ടായാൽ ഇസ്ലാം ഇടപെടും. ഇത് ഇസ്ലാമിന്റെ രീതിശാസ്ത്രമാണ്.
ഈ രീതിയാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ നോക്കൂ, ചരിത്രത്തിൽ കാണാൻ പറ്റും. റസൂലുള്ളാഹി ഇരുന്നത് എന്ന പേരിൽ ഒരു മരത്തെ ഉമർ ഖത്താബ് ഖലീഫയുടെ കാലഘട്ടത്തിൽ കുറച്ച് ആളുകൾ പ്രാധാന്യം കൽപ്പിച്ചു. അവിടെയാണോ റസൂൽ ഇരുന്നത് അറിയില്ല. ബൈഅത്ത് രിദ്വാൻ എന്ന അനുസരണ പറ്റി നടന്ന അവിടെയാണോ അറിയില്ല, ഉറപ്പില്ല. പക്ഷെ ബൈഅത്ത് രിദ്വാൻ നടന്ന സ്ഥലമാണ്, ഹബീബ് അന്ന് ഈ മരത്തിന്റെ ചോട്ടിലായിരുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് ആളുകൾ പിന്നീട് പിൽക്കാലത്ത് ആ മരത്തിന്റെ ചോട്ടിൽ പോയി നിസ്കരിക്കാനും അവിടെ ഇരുന്ന് തബറുക്ക് പുണ്യം നേടാനും ഒക്കെ. തബറുക്കാണല്ലോ ഇപ്പോൾ പറയാ, പുണ്യം നേടാനതൊക്കെയാണ്. തിരുനബിയുടെ മുടി എന്തിനാ പുണ്യം നേടാൻ, തിരുനബിയുടെ പാത്രം എന്തിനാ പുണ്യം നേടാൻ, ഇങ്ങനെയാണ് അവരെന്ന് പറയുന്നത്. അങ്ങനെ തബറുക്കിന് വേണ്ടി എന്നാണ്. അപ്പൊ തബറുക്കിന്റെ പേരിൽ ഈ മരത്തിന്റെ താഴെ ഇരുന്ന് നിസ്കരിക്കുക, അവിടെ പോയി ഇരിക്കുക, എഴുത്തിക്കാൻ പ്രാർത്ഥിക്കുക, ഈ പണി ചെയ്ത് കുറച്ചാളുകൾ. ഈ വിവരം ഉമർ ഖത്താബിന് കിട്ടി. ഉമർ ഖത്താബിന്റെ ആളുകളെ അയച്ചു. ആ മരം മുരടോടെ പിഴുതു മാറ്റി, വെട്ടിക്കളഞ്ഞു, അവിടെ തറയൊക്കെ പുടക്കി മാറ്റി. അങ്ങനെ ഒരു തബറുക്ക് നേടുന്ന രീതി ഇസ്ലാമിലില്ല. അപ്പൊ മുസ്ലിം സമുദായക്കാർ തന്നെ നല്ല മുസ്ലിമീങ്ങളാ, അവരെ ആക്രമിക്കാൻ ഉദ്ദേശിച്ചതല്ല. ഇസ്ലാമിക ആദർശത്തെ കളങ്കപ്പെടുന്ന പ്രവർത്തനം മുസ്ലിമീങ്ങൾ ചെയ്താൽ അവിടെ നോക്കി നിൽക്കില്ല ഇസ്ലാം. ഇസ്ലാമിക സംവിധാനം അങ്ങനെയാണ്, ഇസ്ലാമിക ക്രമം അങ്ങനെയാണ്. ഉമർ ഖത്താബിന്റെ കാലത്ത് മദീന പള്ളിയിൽ അദ്ദേഹം കുറച്ചാളുകൾ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വീട്ടിൽ പോണില്ല. അവർ നിസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ ചെരുവിലേക്ക് മാറിയിരുന്നു. ഉമർ ഖത്താബ് ഖലീഫയാണ്, പള്ളിയിൽ ഇമാമാണ്. പിറ്റേ വക്ത് വന്നപ്പോൾ ഇവരുണ്ട് നിസ്കാരം കഴിഞ്ഞത് പോകുന്നില്ല. പിറ്റേ ദിവസം സുബൈക്ക് വന്നിട്ട് ഇദ്ദേഹം നോക്കി, ഉമർ ഖത്താബ് നമസ്കാരം കഴിഞ്ഞ് ഈ കൂട്ടർ പിന്നെയും പള്ളി ചെരുവിലേക്ക് മാറിയിരിക്കുക. ഉമർ ഖത്താബിന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ഒരു വടി. ആ ഒരു വടി ഇല്ലാത്തതാണ് ഈ സമുദായത്തിന്റെ കുഴപ്പം. അങ്ങനെ വടി പിടിക്കാതെ ഉമറില്ലാതെ പോയതാണ് സമുദായത്തിന്റെ കുഴപ്പം. ഉമർ ഖത്താബ് തന്നെ വടി എടുത്തിട്ട് പള്ളി ചെരുവിരിക്കുന്ന ആളുകളെ അടിച്ചു പുറത്തിറക്കി, അധ്വാനിച്ച് ജീവിക്കാൻ പറഞ്ഞു. മണ്ണിൽ പണിയെടുത്ത് ജീവിക്ക്. അപ്പൊ അവർ ദിക്ർ ചൊല്ലുന്ന കൂട്ടരാ, ഇർത്തികാഫ. അവർ ന്യായത്തിൽ അങ്ങനെ. ഇതല്ല ഇസ്ലാം. അപ്പൊ ഒരു തെറ്റായ രീതി മദീന പള്ളിയിൽ തുടങ്ങുന്നു എന്ന് വന്നപ്പോൾ അതിനെ നിരീക്ഷിക്കുകയും ശക്തമായി ഇടപെടുകയും ചെയ്തു ഇസ്ലാം. ഇതാണ് ഇസ്ലാമിന്റെ രീതി. പറഞ്ഞതിന് ചുരുക്കം, ഇസ്ലാമിക ആദർശത്തെ കളങ്കപ്പെടുത്തുന്ന പ്രവർത്തനം, ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്ലാമിക ജീവിതക്രമത്തെ തുരങ്കം വെക്കുന്ന പ്രവർത്തനം, അതിന്റെ സുരക്ഷയെ, സമാധാനത്തെ, ഐക്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും മുസ്ലിം സമുദായത്തിന് അകത്തുനിന്ന് അത്തരം ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നോക്കി നിൽക്കില്ല ഇസ്ലാം, നോക്കുന്ന ചരിത്രമില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന ഈ ചരിത്രത്തിൽ ബനൂ ഇസ്രായേൽ സമുദായത്തിലെ സാമിരിയെ മൂസ നബി വിചാരണ ചെയ്തത്. വിചാരണ കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടു. വിചാരണത്തിന് എന്ത് സംഭവിച്ചു? ഞാൻ പ്രവാചകന്റെ കാലടിപ്പാടുന്ന ഒരു പിടി മണ്ണ് വാരി എടുത്തിട്ട് അതിങ്ങനെ പിടിച്ചപ്പോ വീട് എറിഞ്ഞപ്പോ എനിക്ക് തോന്നിയ കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് മൂസാ നബിയുടെ ആൾ തന്നെയാണ് ഞാൻ. മൂസ, നിന്റെ കാലടിപ്പാടുന്ന ഈ മണ്ണ് ഞാൻ വാരിയത്. അപ്പൊ എനിക്കതിനെ കയ്യിൽ പിടിച്ചപ്പോ പ്രവാചകന്റെ പോരിശ കൊണ്ട് എനിക്കങ്ങനെ തോന്നിയതാണ്. അങ്ങനെ ഒരു ബോധനം എനിക്കുണ്ടായി. അങ്ങനെയാണ് പശുക്കുട്ടി ഉണ്ടായിട്ട് ന്യായം പറഞ്ഞപ്പോ ആ ന്യായത്തിൽ മൂസാ നബി വീണില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമ ഈ വിചാരണയ്ക്ക് ശേഷം വളരെ കൃത്യമായ ശിക്ഷ പ്രഖ്യാപിച്ചു സാമിരിക്ക് നേരെ. അതാണ് മുഖത്തിൽ ഓതി വെച്ച സൂക്തം, സൂറത്ത് ത്വാഹ 97-ാമത് വചനം. ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫദ്ഹബ്, നീ തൽക്കാലം മാറി നിൽക്കൂ, നീ പോ. ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലം അത്ര നിന്റെ അവസ്ഥ ഇതായിരിക്കും. എന്നെ തൊടരുതേ, എന്നെ തൊടരുതേ എന്നിങ്ങനെ നീ പറഞ്ഞുകൊണ്ടായിരിക്കും ജീവിക്കുക. നിന്നെ ആരും തൊടില്ല, നീ ആരെയും തൊടില്ല. അങ്ങനെ എന്നെ തുടരുത്, ഒരാളിന്റെ അടുത്ത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവസാനം വരെ നീ ജീവിക്കുക എന്നാണ്. എന്താ ഈ പറഞ്ഞത്? പറയുന്നു, അതിന്റെ ഉദ്ദേശം അവൻ ജനങ്ങളെ തൊടില്ല, ജനങ്ങൾ അവനെയും തൊടില്ല, സാമിരിയെ തൊടില്ല. സാമിരി ജനങ്ങളെ തൊടില്ല, സാമിരി ജനങ്ങളും തൊടില്ല. എന്താ തൊട്ടാൽ? ആരെങ്കിലും സാമിരി ആരെങ്കിലും തൊട്ടാൽ, അല്ലെങ്കിൽ അവനെ ആരെങ്കിലും തൊട്ടാൽ ഹുമ്മ, അവർക്ക് മാരകമായ പനി, അതിന് തുടർച്ചയായ രോഗം ബാധിക്കും. കുഷ്ഠരോഗികൾ മാറ്റിനിർത്തപ്പെടുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അത് അവരോട് അനുഭാവമില്ലാത്തത് കൊണ്ടല്ല. ഇപ്പോൾ നമ്മുടെ കാലഘട്ടത്തിൽ ക്വാറന്റീൻ ആക്കുന്നത് പോലെ കൊറോണ വന്നവനെ മാറ്റി നിർത്തിയില്ലേ നമ്മൾ? ജനാധിപത്യം നേരെ ചുവ കൈകാര്യം ചെയ്തില്ലല്ലോ. ഇപ്പോഴാ പേടി ഇത്തിരിയൊക്കെ മാറി വന്നുകൊണ്ടിരിക്കാം. ഒമിക്രോണിന്റെ ഭയാശങ്കയിൽ നമുക്കിപ്പോൾ ഭയമില്ലാതായി പോകുന്ന അവസ്ഥയോടെത്തി. അപ്പോ ഇങ്ങനെ മാറ്റിയത് തുടരുത് എന്ന് അവൻ സ്വയം തന്നെ പറഞ്ഞ് ഓടിക്കളയും ജനങ്ങളെ കഴിയുന്നു.
കാന ഇസാബിൽ ഹുമ്മ, ആരെങ്കിലും അവനെ തൊടുകയോ അവൻ ആരെങ്കിലും തൊടുകയോ കാന ഇസാബിൽ ഹുമ്മ, അവർ പനി ബാധിക്കും. അത് സാധാരണ ആ പനി മുഖേന അവൻ ആകെപ്പാടെ കുഴപ്പത്തിലാവും. ചിലപ്പോൾ തീർന്നു പോകാം. പനിയാണല്ലോ, കൊറോണയും അങ്ങനെയാണ്. വേറെ ഒരുപാട് പനികൾ നമ്മൾ വേറെയും പഠിച്ചിട്ടുണ്ട്. കേരളത്തിൽ പനി മാറിയ കാലമില്ല, ഇപ്പോൾ പുതിയ പുതിയ പനികൾ. അപ്പൊ ഇങ്ങനെ ഒരു രോഗം ആർക്ക് വന്നു? സാമിരിക്ക് വന്നു. ആരെങ്കിലും അവൻ സമീപിക്കാൻ തയ്യാറായാൽ കാലവും അവൻ തന്നെ വിളിച്ചു പറയും, ആര് സാമരി, ലാ മിസാസ് എന്നെ തുടരും. അഥവാ ലാ തമസ്സനി മിൻ അജ്രി അൻ ലാ ഉസാബിൽ ഹുമ്മ, ഈ മാരക രോഗം നിനക്ക് പടരാതിരിക്കാൻ നീ എന്നെ തുടരുന്നു കേട്ടോ എന്ന് അവൻ തന്നെ വിളിച്ചു പറയും. അന്നഹു ലാ യഖ്തരിതു ബിന്നാസ്, അങ്ങനെ അവൻ ജനങ്ങളെ കൂടെ ഇടകലരാതെയായി. വലാ ഇജ്ലിസുമാരുടെ കൂടെ ഇരിക്കാതെയായി. ബിമഅന അന്നഹു യുഹ്ജർ, അങ്ങനെ അവൻ സ്വയം തന്നെ ഭ്രഷ്ടനായി. ഫഹുജിറ, അങ്ങനെ അവൻ സമൂഹത്തിൽ മാറി നിന്നു. ഇത്തരം ശിക്ഷ പ്രഖ്യാപിച്ചു. എന്റെ കാരണം ഒരു പ്രതിഷ്ഠ കൊണ്ടുവന്നതാണ് കാരണം. ആരായി സാമിരി? മുസ്ലിമാണ്. ആരുടെ കൂടെ? മൂസാ നബിയുടെ കൂടെ. എതിർപക്ഷത്തായിരുന്നു, അല്ല സ്വപക്ഷത്തു തന്നെ. കടല് കടന്നപ്പോ ഉണ്ടോ? ഉണ്ട്. അതിന് പീഡനം സഹിച്ചിട്ടുണ്ടോ? സഹിച്ചിട്ടുണ്ട്. ആ കൂടെ തെരഞ്ഞെടുക്കപ്പെട്ടും ബനൂ ഇസ്രായേലിന്റെ സ്വത്തുക്കൾ വഹിക്കുന്ന തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ടോ? അതിലുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പണി, ഇസ്ലാമിക ആദർശത്തിന് വിരുദ്ധമായ ഒരു പണി സാമിരി ചെയ്തപ്പോ ശിക്ഷ പ്രഖ്യാപിച്ചു. നീ ഇങ്ങനെ നടന്നു പോകൂ. എങ്ങനെ? ഈ ദുനിയാവിൽ നീ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും, ലാ മിസാസ്, എന്നെ തുടരുത്, എന്നെ തുടരുത്. കഴിഞ്ഞില്ല. ഒരിക്കലും ലംഘിക്കപ്പെടാത്ത ഒരു ദിവസമുണ്ട്, നിന്റെ തീരുമാനം പറയുന്ന ഒരു ദിവസം. ഇനിയും ശിക്ഷയുണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ നീ ഇങ്ങനെ സ്വയം ലാ മിസാസ് ആയി നടക്കും. പിന്നെയോ നിന്റെ കത്ത് തീരുമാനം ഇനി വരാനുണ്ട്. ലംഘിക്കപ്പെടാത്ത ഒരു ദിവസം നിന്റെ കാര്യത്തിൽ വിധി പറയും. വന്നു ഇനിയും നീ നോക്ക്. നീ ഭജനമിരുന്ന ആ പശുവില്ലേ, ഇലാഹ്, അതിന്റെ കാര്യം നീ നോക്ക്. ഞാൻ കരിച്ചു കളയും. ആ പശു പ്രതിഷ്ഠയെ കരിച്ചു കളയും. പിന്നീട് ചാരം കടലൊഴുക്കും. അങ്ങനെ സാമിരി ഈ കോലത്തിൽ സമൂഹത്തിൽ ഭ്രഷ്ടനായി, രോഗാവസ്ഥയിലായി, ആകെ മാനസികമായി തകർന്ന് ഭ്രാന്തനായ അവസ്ഥയിൽ മറുഭാഗത്ത് ഈ പ്രതിഷ്ഠയെ ഉരുക്കി കത്തിച്ച് കരിച്ച് അതിലെ ചാരം കൊണ്ടുപോയി കടൽ ഒഴുക്കി കളഞ്ഞു. ഇത്രയും പ്രവർത്തനം അവിടെ നടന്നു. എന്തുകൊണ്ട്? എന്തായിരുന്നു സാമിരി ചെയ്ത പ്രവർത്തനം? ഇസ്ലാമിക ആദർശത്തെ കളങ്കപ്പെടുത്താൻ ശ്രമമാണ്. ഇസ്ലാമിക ആദർശത്തെ കളങ്കപ്പെടുത്താൻ ശ്രമത്തെ നോക്കി നിൽക്കില്ല ഇസ്ലാമിലെ പ്രവാചകന്മാർ. ഇസ്ലാമിക സമൂഹത്തെ അവൻ ഭിന്നിപ്പിച്ചു. ഒരു പക്ഷം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹാറൂൻ അലൈഹിസ്സലാം വരെ പേടിച്ചു. ഞാൻ ഇടപെട്ടാൽ അവൻ എന്നെ കൊന്നുകളയുന്ന അവസ്ഥ വരെ വന്നു എന്ന് ഹാറൂൻ അലൈഹിസ്സലാം പറഞ്ഞ ഭാഗം സൂറത്ത് വായിലുണ്ട്. അങ്ങനെ വലിയൊരു സംഘത്തെ അവൻ നേടി. ആ സംഘത്തിന്റെ ബലത്തിൽ അവൻ ഈ പണി ചെയ്തു വെച്ചു മൂസാ നബി വരുന്നതിന് മുമ്പേ. എന്നാൽ അതിന്റെ പേരിൽ ഭയന്ന് മാറി നിൽക്കാതെ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ട് മൂസാ നബി തീരുമാനം പ്രഖ്യാപിച്ചു. അവനെ കുറ്റവിചാരണ നടത്തി, അവനെ ശിക്ഷ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ വിഷയം പറഞ്ഞുകൊണ്ട് സൂറത്ത് താഹ തുടർന്ന്, നിശ്ചയം നിങ്ങളുടെ റബ്ബ് അല്ലാഹു അല്ലാതെ മറ്റൊരുത്തരില്ല. എല്ലാം അറിയുന്നവനായ ആ റബ്ബ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഇസ്ലാമിക ആദർശം. അത്രയും ആരാധനയും നേർച്ചയും വഴിപാടും വണക്കവും വിധേയത്വവും അനുസരണവും അടിമത്തവും നേർച്ചയും സമർപ്പണവും സഹായത്തിന് എല്ലാം അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അത് അല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ നൽകാൻ തീരുമാനിക്കുന്നുവെങ്കിൽ ഇസ്ലാം അംഗീകരിക്കില്ല. അത് ആദർശ വിരുദ്ധമാണ്. ആ പ്രഖ്യാപനം വീണ്ടും നടത്തി. എന്നിട്ടോ തിരുനബിയോട് പറയാ, അഥവാ നമ്മളോടല്ല പറയാ, മുമ്പ് കഴിഞ്ഞു പോയ ഈ സംഭവം നിനക്ക് നമ്മുടെ കുസ്സു കഥയായിട്ട് പറഞ്ഞു തരികയാണ് പ്രവാചകരെ. നിങ്ങളെ അറിയിക്കുകയാണ്, നമ്മളെ അറിയിക്കുകയാണ്. വളരെ കൃത്യമായ ഉത്ബോധനം നാം നിങ്ങൾക്ക് നൽകുകയാണ്. ഇതാണ് ഇസ്ലാം നിങ്ങൾ പഠിക്കാൻ. പ്രതിഷ്ഠകളെ സംവിധാനിച്ച് അവിടെയുള്ള അർത്ഥനകളും പൂജകളും നേർച്ചകളും വഴിപാടുകളും നടത്തി അതിലേക്ക് ആളുകളെ സ്വരുക്കൂട്ടി അവരെ കൂടെ നിർത്തി അങ്ങനെ കൽബ് സംവിധാനത്തിൽ തലയെണ്ണി ആ ബലത്തിൽ അധികാരത്തെ കയ്യിലെടുക്കുന്ന, അധികാരികളെ കയ്യിലെടുക്കുന്ന, അവൻ രാഷ്ട്രീയക്കാർ അവനെയും കയ്യിലെടുത്തിട്ട് മുസ്ലിം സമുദായത്തിന്റെ പള്ളികളിൽ പ്രശ്നവൽക്കരിക്കും എന്ന് പറയാൻ മാത്രം ധൈര്യം കാണിക്കുന്ന ഈ രീതിശാസ്ത്രം ഉണ്ടല്ലോ, അത് ഇസ്ലാം അല്ല കൂട്ടരെ എന്ന് വിനയപുരസ്സരം അറിയണം. അത് മുസ്ലിങ്ങൾക്ക് ചോദിച്ച പണിയല്ല എന്ന് അറിയണം. അപ്പൊ ഇത്രയും കൃത്യമായ ഈ സംഭവങ്ങളെ വളരെ കൃത്യമായി പഠിപ്പിച്ചു തരികയാണ് എന്ന് പറയുന്നു. എന്നിട്ടോ 100ാമത് സൂക്തം സൂറത്ത് ത്വാഹ, മൻ അഅറദ അൻഹു, ഇനി ഈ ഉത്ബോധനങ്ങൾ നിങ്ങൾ ആരെങ്കിലും അവഗണിക്കുന്നു എങ്കിൽ, അവഗണിക്കാൻ പഠിച്ചവരാ മുസ്ലിമീങ്ങൾ. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആർക്കും ഭയം ഉണ്ടാവില്ല, പരലോകം പറഞ്ഞാൽ പേടിക്കില്ല. അത് കുട്ടികളെ പേടിപ്പിക്കാനുള്ള സംഗതി മാത്രമാണ്.
ഇസ്ലാമിനോട് കൃത്യമായി ചങ്ക് വലിച്ചു കൊടുത്താലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് പുതിയ കാലം. നിഫാഖിന്റെ കാപ്പട്ടത്തിന്റെ ഉത്തുംഗ ഭാവത്തിൽ വിരാജിക്കുന്ന മുസ്ലിമീങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയ മുസ്ലിം സമുദായം. നിങ്ങൾ എത്ര സത്യം തുറന്നു പറഞ്ഞോളി, ആയത്തും ഹദീസൊക്കെ വെച്ചിട്ട് ഒരു പേടി ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഇസ്ലാമല്ല നമുക്ക്, നമ്മുടെ പാർട്ടിയാണ് വലുത്, നമ്മുടെ ആശയമാണ് വലുത്, നമ്മുടെ താല്പര്യമാണ് വലുത്, നമ്മുടെ സംഘമാണ് വലുത്, നമ്മുടെ ഹുങ്കാണ് വലുത്, നമ്മുടെ അഹങ്കാരമാണ് വലുത്. അങ്ങനെയായി പോയി നമ്മൾ. അതുകൊണ്ട് അല്ല പറയാം, ഇനിയും ഇതിനെ ആരെങ്കിലും അവഗണിക്കുന്നുവെങ്കിൽ പരലോകത്ത് വലിയ ഭാരവുമായിട്ടാണ് നിങ്ങൾ വരിക. അല്ല അവിടെ വെച്ച് കൈകാര്യം ചെയ്യാൻ പറഞ്ഞത്. ഇവിടെ വെച്ച് നിങ്ങൾക്ക് പലരെയും കൈകാര്യം ചെയ്യാം, പലരെയും ഭീഷണിപ്പെടുത്താം, പ്രതിസന്ധിയിലാക്കാം. വസ്സലാമയെ പ്രതിസന്ധിയിലാക്കിയുള്ള കൂട്ടാർ അവരോടായി പറയുന്നത് നമ്മളോടും. ഇവിടെ നിങ്ങൾക്കത് നടക്കും, പക്ഷെ ഇവിടെ മാത്രമല്ലല്ലോ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുന്നത്, അവിടെയും ഒരു വേദി ഉണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹ് പറയാം, ഈ ഉത്ബോധനങ്ങളെ അവഗണിച്ചിട്ട് നാളെ പരലോകത്ത് നിങ്ങൾ വരികയാണെങ്കിൽ അന്ന് നിങ്ങൾ ഈ വലിയ പാപഭാരം വഹിച്ചുകൊണ്ട് നിങ്ങൾ വരൂ. ആ പാപഭാരത്തിന്റെ ഭാഗമായി നിങ്ങൾ നരകത്തിൽ ശാശ്വതരായിരിക്കും. അന്നത്തെ ഭാരം നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല കേട്ടോ. നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന അക്രമത്തിന്റെ ഭാരമുണ്ടല്ലോ, അത് നിങ്ങളുടെ ദിക്ർ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ലഘൂകരിച്ച് കിട്ടില്ല, അത് നിങ്ങളുടെ നമസ്കാരം ലഘൂകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് പ്രവാചകരെ, ഇതാണ് അവരോട് പറയേണ്ടത് എന്ന് മൂസാ നബി പറഞ്ഞ അതേ വർത്തമാനം ഹബീബിനോട് പറഞ്ഞ് നമ്മൾ ഉത്ബോധിപ്പിക്കാം. ആയത്ത് അതിന്റെ അവസാന ഭാഗം ചരിത്രം ഇങ്ങനെ പറയുന്നു, അങ്ങനെ പശുവിനെ സ്വീകരിച്ച കൂട്ടർ, പശുവിനെ നടത്തിയവർ, അവരുടെ റബ്ബിൽ നിന്ന് വലിയ കോപവും വലിയ ദേഷ്യവും അള്ളാന്റെ ഈർഷ്യയും നേടിയിരിക്കുന്നവർ, ഇഹലോകത്ത് അവർക്ക് നിന്നതയാണ് ഉണ്ടാവുക. കള്ളൻ ചമക്കുന്നവർക്ക് നാം ഇങ്ങനെയാണ് പ്രതിഫലം നൽകുക. ഈ സംഭവത്തെ വിശദീകരിച്ച് സൂറ അറാഫിലും അല്ലാഹു 154 വചനം. അപ്പൊ ഈ പണി ചെയ്തവർക്ക് കടുത്ത ശിക്ഷ അല്ലാഹു പ്രഖ്യാപിച്ചു. ആ ശിക്ഷയുടെ ഭാഗമായിട്ട് അവരിൽ വീണ്ടും അല്ലാഹുവിന്റെ ഇടപെടൽ ഉണ്ടായി. സാമരി മാറി നിൽക്കുക മാത്രമല്ല ചെയ്തത്. ശേഷം അടുത്ത വർത്തമാനം എന്ത് സംഭവിച്ചു? ശേഷം എന്താണ് സാമിരിയെയും കൂട്ടരെയും ചെയ്തത്? സൂറ അൽ-ബഖറ 54 വചനം. വൈദകാലം മൂസന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇന്നക്കും ദലംതും അൻഫുസക്കും, നിങ്ങൾ നിങ്ങളോട് അക്രമം കാണിച്ചിരിക്കുന്നു. പശുക്കുട്ടിയെ സ്വീകരിച്ചു മുഖേന, പശുപൂജ നടത്തിയ നിങ്ങളോട് അക്രമം കാണിച്ചിരിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തലം മടങ്ങുവിൻ. സാമിരിയുടെ കൂടെ ഇരുന്ന ആൾക്കാരോടായി പറയുന്നത്, ഈ പൂജയിൽ പങ്കെടുത്തവർ, ഈ ഇൽത്തിഖാഫിരുന്ന കൂട്ടർ, ഈ ബദൽ ചൊല്ലിയ ആളുകൾ, അവരോട് പറയാം, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തലം മടങ്ങുവിൻ. അതുകൊണ്ട് ശിക്ഷ ഇതാണ്, നിങ്ങളെ തന്നെ കൊന്നുകളയുവിൻ. വധശിക്ഷ നടപ്പാണ്. സാമിരി ലാമിസാസായി മാറി നിൽക്കാൻ മാത്രമേ സാമിരി ഉൾപ്പെടെ പശുപൂജ കൊന്നുകളഞ്ഞു, വധശിക്ഷ നടപ്പാക്കി. ആര് കൊന്നു? മൂസാനെ കൊന്നില്ല, ഹാറൂനെ കൊന്നില്ല. പിന്നെ എന്താ സംഭവിച്ചത്? നിങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലണം. ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാ പറയുന്നു, ഈ പശുവിനെ പൂജിക്കാൻ ഇരുന്ന ആളുകൾ ആരെന്ന് തീരുമാനിക്കപ്പെട്ടു. പശുപൂജയിൽ പങ്കെടുക്കാത്തവർ അവരെ കൊന്നുകളഞ്ഞു. അങ്ങനെ വധശിക്ഷ നടപ്പാക്കി. കൊല ചെയ്യപ്പെട്ടവർ പശ്ചാത്തപിച്ചവരായതുകൊണ്ട് ആ വധിക്കപ്പെട്ടവരോട് അവർക്ക് തൗബ കിട്ടി. ഈ പാപത്തിനെതിരെ ഇടപെടാൻ അന്ന് മടി കാണിച്ച ആളുകൾ അവരിവിടെ കൊന്നുകൊണ്ട് അവിടെ തൗബയും അവർ നേടി. ഇതൊരു സമുദായത്തിൽ നടന്ന പ്രവർത്തനം. നിങ്ങൾ വല്ലപ്പോഴും ഇത് പഠിച്ചോ? ഇങ്ങനെ ഒരു വധശിക്ഷ ഒരു വിഭാഗത്തെ ഒന്നടങ്കം വധശിക്ഷക്ക് വിധിച്ചു ഇസ്ലാം. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പ്രസ്താവിച്ച് മടങ്ങുവിൻ. നിങ്ങൾപ്പെട്ടവരെ കൊന്നുകളയുവിൻ. അതാണ് നിങ്ങൾക്ക് ഗുണകരം. റബ്ബിന്റെ അടുത്ത് നിങ്ങൾക്ക് അതാണ് ഗുണം. അങ്ങനെ അവർ ചെയ്തപ്പോൾ അവിടെ തൗബ സ്വീകരിച്ചു. ഇസ്ലാമിക ആദർശത്തെ കളങ്കപ്പെടുത്താൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെ നടത്തുന്ന ശ്രമങ്ങളെ നോക്കിയ ചരിത്രം ഇസ്ലാമിനില്ല. അപ്പൊ ഇതൊക്കെ നടക്കാവുന്ന കാര്യമാണ്, നടന്നോട്ടെ, നമ്മൾ ഇടപെടേണ്ടതില്ല എന്ന് വെക്കുന്ന രീതിയല്ല ഇസ്ലാമിന്റെ. ഇത് മറിച്ച് ശക്തമായ ഇടപെടൽ നടത്തിയിട്ട് ഈ വിഷയത്തിൽ ഇസ്ലാമിന്റെ പക്ഷം തെളിയിച്ച് കാട്ടുന്ന ശ്രമമാണ് നടന്നത്. ഇതാണ് ഇസ്ലാമിന്റെ രീതിശാസ്ത്രം. ഇങ്ങനെയാണ് സാമരി സംഭവം അവസാനിക്കുന്നത്. സഹോദരന്മാരെ, മസ്ജിദ് ദിറാറിനെ കുറിച്ച് ഒന്നും കൂടി ചിന്തിക്കുക. അത് നിസ്കരിക്കാൻ ഉണ്ടാക്കിയ പള്ളി തന്നെ, നിസ്കരിക്കുന്നതുണ്ടാക്കിയ പള്ളിയാണ്. അവിടെ ഇതുപോലെ സാമൂഹിക പ്രതിഷ്ഠകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ നിസ്കാരം 3 ആക്കിയാലും പ്രഖ്യാപിച്ചിട്ടുണ്ടായില്ല. പക്ഷെ എന്താ പ്രശ്നം? മുസ്ലിം സമുദായത്തിന്റെ ഐക്യം തകർക്കപ്പെടും.
അവർക്കത് ശത്രുക്കൾക്ക് ഒളികേന്ദ്രമായിട്ടത് മാറും. മുസ്ലിം സമുദായം ഭിന്നിപ്പുണ്ടാകും. മുസ്ലിം സമുദായത്തിന്റെ ആ ഇസ്ലാമികമായ ക്രമത്തെ അത് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കും. ആഭ്യന്തരമായി സമുദായത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ആ പള്ളി പൊളിച്ചു കളയാൻ പറഞ്ഞില്ലേ, അത് ഇസ്ലാം പള്ളിയുടെ അടയാളപ്പെടുത്തലാണ്. മസ്ജിദുകളോട് അയക്കണം. ഇസ്ലാം എന്ന് പറയുന്ന ആ ഇസ്ലാമിക ആദർശ സാമൂഹിക ജീവിത ക്രമത്തെ തകർക്കാൻ നടന്ന ശ്രമങ്ങളെ അടയാളപ്പെടുന്നത് ഐക്യം. ആ ഐക്യത്തെ ചിന്തിച്ചു നോക്കൂ. പള്ളി എന്ന് തൽക്കാലം വിടുക. മുസ്ലിം സമുദായത്തിന്റെ നിലനിൽപ്പ്, അസ്തിത്വം, വ്യക്തിത്വം, അവരുടെ സ്വത്വം, അവരുടെ ആദർശം, അവരുടെ അവകാശം, ഭരണഘടന ദത്തമായ അവകാശം, ഒരു നാട്ടിൽ അവർക്കുള്ള അവകാശം, ഈ അവകാശങ്ങളെ ഹനിക്കാൻ നടന്ന ശ്രമങ്ങളുടെ ഭാഗമായി കൊണ്ടുവരുന്ന ഓരോ ഐക്യങ്ങളും മസ്ജിദ് നിറാറിനെ ആവർത്തിച്ചുറപ്പിക്കാം. സംവരണം അങ്ങനത്തെ ഐക്യണായിരുന്നു. ആ സംവരണം ഇപ്പോൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് സംവരണം ഇപ്പോൾ ഇല്ല. മുസ്ലിം സമുദായത്തിന്റെ അവകാശം ഹനിക്കപ്പെട്ടു. അതൊരു ഐക്യണായിരുന്നു. സമുദായത്തിനിടയിൽ ഇല്ലായ്മ ചെയ്തു. വഖഫ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട സംവിധാനം ഐക്യണം. വഖഫ് സ്വത്തുക്കൾ എന്നത് ഇസ്ലാമിക സമൂഹത്തിന്റെ അസറ്റാണ്. അതിൽ എൻക്രോച്ച്മെന്റ് ഉണ്ടെങ്കിൽ എൻക്രോച്ച്മെന്റ് നടന്ന സംഗതിയിൽ കോടതി ഇടപെട്ടിട്ടുണ്ട്. വലിയ വലിയ ബിൽഡിങ്ങുകൾ സ്ഥലം കയ്യേറി ഉണ്ടാക്കിയത് കൗണ്ട് ഡൗൺ തുടങ്ങി പൊളിക്കുന്ന നമ്മൾ നോക്കി നിന്നിട്ടില്ലേ? കേരളത്തിൽ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. കോടതിയുണ്ട്, നിയമമുണ്ട്, ഇടപെടണം, കേസ് കൊടുക്കണം. അനധികൃത നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിൻവാതിൽ നിയമനത്തിൽ 2 മന്ത്രിമാർ രാജിവെച്ചത് ഈ അടുത്ത് നടന്നിട്ടില്ലേ? അതിന് നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. അതൊക്കെ വേറെ കൈകാര്യം ചെയ്യേണ്ടതാണ്. അന്യായമായി വഖഫ് സ്വത്തിൽ ആര് കയ്യൊപ്പ് നടത്തിയാലും അതിനെ അംഗീകരിക്കില്ല. ചോദ്യം ചെയ്യണം, ഇടപെടൽ, നിയമമുണ്ട്, ക്രമമുണ്ട്. പക്ഷെ മുസ്ലിം സമുദായത്തിന്റെ ഈ അസറ്റിനെ അവരെ കയ്യിൽ നിന്നും മാറ്റുതല ശ്രമം നടത്തുന്നെങ്കിൽ അത് മസ്ജിദ് അയക്കണം. അത് ഇസ്ലാമിക സമയത്ത് തുടങ്ങി വെക്കല. ഇതിന്റെ ഐക്യത്തെ തകർക്കല. മുസ്ലിം സമുദായത്തിൽ കുറച്ചു പേരെ കൂടെ നിർത്തിയിട്ട് ഈ പണി ചെയ്യാം. അത്തരം ആളുകൾ പള്ളിയിൽ പ്രശ്നം ഉണ്ടാക്കാം, പള്ളി കൂട്ടിക്കാം എന്നൊക്കെ ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അങ്ങനെ നോക്കി നിൽക്കാൻ മുസ്ലിം ബാധ്യതയില്ല. ഇത് ഇസ്ലാം പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ട് മസ്ജിദ് ഒരു കാലത്തെ പള്ളി മാത്രമാണെങ്കിൽ ഇന്നത് പല ഐക്യങ്ങളാണ്. സമുദായത്തിന്റെ ഐക്യം, അതിന്റെ സുരക്ഷ, അതിന്റെ അവകാശം, മനുഷ്യാവകാശം, അതിന്റെ അസറ്റുകൾ, അതിന്റെ ആസ്തികൾ, അത് അതിന്റെ ആളുകൾ കേസും കൂട്ടായി മുന്നോട്ട് പോകട്ടെ. അതിനകത്ത് ഇത്തരം ശ്രമങ്ങൾ നോക്കി നിൽക്കാൻ പറ്റില്ല. അതുമായി ബന്ധപ്പെട്ട് പള്ളിയിൽ സംസാരിച്ചാൽ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വഴി സ്വീകരിക്കാം. പക്ഷെ അതൊന്നും നിർത്താൻ ഈ സമുദായം തയ്യാറാകാൻ പാടില്ല. ഇത്രയും കൃത്യമായ ബോധം മുസ്ലിം സമുദായത്തിനകത്ത് ഇസ്ലാമിക ആദർശത്തെ കളങ്കപ്പെടുത്താനും ഇസ്ലാമിക സമുദായത്തിന്റെ സുരക്ഷ, അതിന്റെ ഐക്യം, അതിന്റെ ആദർശ സാമൂഹിക ക്രമം അതിനെ തുരങ്കം വെക്കാനും ആര് നടത്തിയാലും മുസ്ലിങ്ങളാണെങ്കിൽ അവർക്ക് നേരെ നോക്കി നിൽക്കാൻ നമുക്ക് ബാധ്യതയില്ല എന്ന വിഷയം കൃത്യമായിട്ട് അറിയാൻ ഈ ചരിത്രം നമ്മെ ബോധവൽക്കരിക്കുന്നു. നിങ്ങൾ ഈ ആയത്തുകൾ പഠിക്കുക, തഫ്സീറുകളുമായി നിങ്ങളുടെ കയ്യിൽ തഫ്സീർ വായിക്കും, അതിന്റെ വിശദീകരണവും വായിക്കും, പുതിയ കാലത്തെ അനുഭവ പാഠങ്ങൾ ചേർത്ത് വെക്കും. അപ്പോൾ നിങ്ങൾ തെളിഞ്ഞു കിട്ടും മുനാഫിക്കുകൾ ആരാണെന്ന്. എന്തുകൊണ്ട് മുനാഫിക്കുകൾക്ക് കാഫിരീങ്ങൾക്ക് നൽകാത്ത കടുത്ത ശിക്ഷ നരകത്തിന്റെ അടിയത്തട്ട് തമ്പുരാൻ തീരുമാനിച്ചു നിങ്ങൾ പഠിക്കും. എങ്കിൽ മുനാഫിക്കാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഞാനും നിങ്ങളും പേടിക്കണം. അള്ളാഹുവിനെ ഭയന്ന്, അവന്റെ കൽപ്പനകളെ ഭയന്ന്, അവന്റെ ദീന മുറുകെ പിടിച്ച് അവന്റെ ദീനിൽ ജീവിച്ച് മരിക്കാൻ കരുത്തും കെൽപ്പുമുള്ള ആർജമുള്ള മനുഷ്യരായിട്ട് മാറുക, വിശ്വാസികളായി തീരുക. നാനും നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം വദ്ഉഹു ഇന്നഹു ഹുവൽ ബർറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على عبدك ورسولك محمد الأمين وعلى آله وأصحابه أجمعين. أيها الناس أوصيكم ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാർ, തമ്പുരാന്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അല്ലാഹു മർഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അതിന് ശിഫയും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും തമ്പുരാൻ ദൂരീകരിച്ച് എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ മുറുകെ പിടിച്ച് ഈമാനോടുകൂടി ജീവിച്ച് മരിക്കുന്ന മുസ്ലിമീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമുക്കിടയിൽ അക്രമത്തിന്റെ വഴി സ്വീകരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പരലോക ഭയവും തമ്പുരാനെ കുറിച്ച് ബോധവും നൽകി അവർ ഇസ്ലാമിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു വരുന്ന അവസ്ഥാവിശേഷം തമ്പുരാൻ പ്രത്യേകം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളും നമ്മുടെ തലമുറയും അക്രമികളുടെ പക്ഷത്തായി പോകാതിരിക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കാനുള്ള ബോധം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും
അവന്റെ ഐശ്വര്യം കൊണ്ട് ഔദാര്യം കൊണ്ട് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين. اللهم أعز الإسلام والمسلمين وأذل الظلم والظالمين. اللهم أعز الإسلام والمسلمين وأذل النفاق والمنافقين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.